നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോളെ, പകൽ നേരം മമ്മി ഇവിടെ കണ്ടില്ലല്ലോ. ഞാനൊരു പള്ളിവക ഓർഫനേജിൽ പോയിരുന്നു. മമ്മിക്ക് എന്നെ കൂടെ കൂട്ടായിരുന്നില്ലേ? കുറച്ച് നീണ്ട യാത്രയായിരുന്നു, പക്ഷെ പോയിട്ട് പ്രയോജനമൊന്നും ഉണ്ടായില്ല. മുത്തശ്ശിയെ കണ്ടുപിടിക്കാൻ മറ്റെന്തെങ്കിലും മാർഗം നോക്കിക്കൂടെ മമ്മി? മുത്തശ്ശിയുടെ ഫോട്ടോ ന്യൂസ് പേപ്പറിൽ കൊടുക്കുന്ന കാര്യം ഒന്ന് ആലോചിച്ചൂടെ? അമ്മയുടെ ഫോട്ടോയൊന്നും എന്റെ കയ്യിലില്ല മോളെ. ഇനി ഫോട്ടോ കണ്ടെത്തിയ തന്നെ ഈ അന്വേഷണം പലരും അറിയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. മംഗലശ്ശേരിക്കാരെയാണോ മമ്മി ഉദ്ദേശിക്കുന്നത്? അതെ, ഞാനിവിടെ ഉണ്ടെന്ന് അവരറിയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. സഞ്ജു നീയും തമ്മിലുള്ള ബന്ധം അറിഞ്ഞു വേണം ഗൗരി നന്ദനയായി എനിക്ക് മംഗലശ്ശേരിയിലെത്താൻ. ഞാനും അങ്ങനെ ആഗ്രഹിക്കുന്നേ. സ്വാതിയെ അപായപ്പെടുത്തിയത് ആരാണെന്ന കാര്യത്തിൽ അന്വേഷണം സഞ്ജു ഇപ്പോഴും അവസാനിപ്പിച്ചിട്ടില്ല. ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യ പക കൊണ്ട് മമ്മി ചെയ്തത്. എങ്കിലെന്താ, നിന്റെ വഴി മമ്മിയെ തുറന്നു തന്നില്ലേ? നീ സ്വാതിയെ കാണാൻ അവിടെ പോകുന്നതിൽ അവൾക്ക് നീരസമുണ്ടോ? ഒരിക്കലും ഇല്ല. പതിവില്ലാത്ത വിധം സ്വാതി ഈയിടെ എന്നെ വിളിക്കാറുമുണ്ട്. എനിക്ക് സഞ്ജുവിനോടുള്ള ഇഷ്ടം മനസ്സിലാക്കിയല്ലേ അവൾ അവന്റെ മനസ്സിൽ കയറിയത്. ഇപ്പൊ അവളത് തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്നെ അവൾക്ക് വിശ്വാസമായി കഴിഞ്ഞു. അല്ലെങ്കിൽ എന്തിന് സമയം കിട്ടുമ്പോ അങ്ങോട്ട് ചെല്ലാൻ പറയണം? എന്നിൽ നിന്ന് സ്വാതി സഞ്ജുവിനെ തട്ടിയെടുത്തതാ. അവൾ തന്നെ എനിക്ക് സഞ്ജുവിനെ തിരിച്ചു തരും. ഞാൻ ആഗ്രഹിച്ചതും അത് തന്നെയാ. നീ അവളെ പോയി കാണുന്നതിൽ മമ്മിക്ക് എതിർപ്പൊന്നുമില്ല. അവൾക്ക് പകരം നീ എന്ന തോന്നൽ അവളിൽ സൃഷ്ടിക്കണം. നിന്നോട് തന്നെ അവളത് പറയണം. അവനെ കൊണ്ടത് സമ്മതിപ്പിക്കാൻ സ്വാതിക്ക് കഴിയും. അതെനിക്കും മനസ്സിലായ കാര്യ മമ്മി. അവൻ ജീവനെ പോലെ സ്നേഹിച്ച പെണ്ണല്ലേ അവൾ. അതിലുപരി അവന്റെ മുറപ്പെണ്ണും. പെട്ടെന്നൊന്നും അവൻ അവളെ മറക്കാനാവില്ല. അവള് വേണം പതുക്കെ അവനിൽ നിന്ന് അകലാൻ. ഒരു സംശയത്തിനും ഇട നൽകാതെ അതിന് വേണ്ടതൊക്കെ നീ ചെയ്യണം. അവൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ആ വീട്ടിൽ കഴിയുന്നിടത്തോളം കാലം മറ്റൊരു പെണ്ണിനെ പറ്റി അവൻ ചിന്തിക്കാൻ തയ്യാറാവില്ല. സ്വാതിക്ക് സ്വയം ഒരു തിരിച്ചറിവുണ്ടായി അവള് മംഗലശ്ശേരി വീട് വിട്ടു പോണം. അതിന് അവനിലുള്ള പ്രതീക്ഷ പൂർണ്ണമായും അവളിൽ നിന്ന് നഷ്ടമാവണം. ഇനി സ്വാതിയില്ലെന്ന തിരിച്ചറിവ് സഞ്ജുവിനും ഉണ്ടാവണം. ഇത് രണ്ടും സാധ്യമായാലേ നീ ആഗ്രഹിച്ചത് നടക്കൂ. മമ്മി പറഞ്ഞതാ ശരി. പക്ഷേ സ്വാതി ആ വീട് വിട്ടു പോകുന്നത് അവൾക്ക് പകരം ഞാനാണെന്ന് വെളിപ്പെടുത്തൽ ആ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് നടത്തിയിട്ടാവണം. അത് സ്വാതിയെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും. മമ്മി നോക്കിക്കോ, അവള് തന്നെ എന്നോട് പറയും നിങ്ങൾക്കിനി ഒന്നിച്ച് ജീവിച്ചൂടെന്ന്. സഞ്ജുവിന് മാത്രം മനസ്സുണ്ടായ പോരാ, ഈ വീട്ടുകാരും എന്നെ അംഗീകരിക്കണമെന്ന ആഗ്രഹം ഞാൻ വെച്ചാ സ്വാതി അത് ചെയ്യില്ലേ മമ്മി? താനൊരു പാഴ്ജന്മമാണെന്ന ചിന്ത സ്വാതിയിലുണ്ടായാൽ അവൾ അങ്ങനെ ചെയ്യും. അല്പം ഒന്ന് കാത്തിരിക്കാം അല്ലേ മമ്മി? മനസ്സിലൊരു പ്രതീക്ഷ കെടാവിളക്ക് പോലെ കൂടെ ഉണ്ടെങ്കിൽ കാത്തിരിപ്പുകൾക്ക് മുഷിച്ചിലുണ്ടാവില്ല, കാലദൈർഘ്യം തോന്നില്ല. എന്നാ മോള് പോയി കിടന്നുറങ്ങിക്കോ. മമ്മിയും ഉറങ്ങാൻ പോവാ. ഗുഡ് നൈറ്റ് മോളെ. ഗുഡ് നൈറ്റ് മമ്മി. ചേച്ചി പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത്. സ്വാതിയുടെ സ്ഥാനത്ത് വേറെ പകരക്കാരായി കഴിഞ്ഞു.
സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും ചേച്ചി പറയരുത്. ചേച്ചിക്ക് പകരം ചേച്ചി മാത്രമേ ഉള്ളൂ. നീ എന്താ ചെയ്യാൻ പോകുന്ന? ഉറങ്ങണ്ടേ? നിന്റെ കാര്യം ഞാൻ ചോദിച്ചേ. കിടക്കാൻ. നീ നിന്റെ റൂമിലേക്ക് പൊയ്ക്കോ. എന്താ ചേച്ചി പറയുന്നേ? ഞാൻ പോയാ ചേച്ചി തനിച്ചു കിടക്കോ? ഞാൻ അമ്മയെ വിളിച്ചിട്ടുണ്ട്. എനിക്ക് കൂട്ടുകിടക്കാൻ അമ്മ വരും. ഇനി എന്റെ കൂടെ അമ്മ കിടന്നാ മതി. ചേച്ചി, ചേച്ചിക്ക് എന്നോട് എന്തേലും ഇഷ്ടക്കേടുണ്ടോ? ഉണ്ടോ ചേച്ചി? നിന്നോട് എനിക്ക് എന്ത് ഇഷ്ടക്കേടുണ്ടാവാൻ അമ്മു? അതിനുവേണ്ടി എന്തെങ്കിലും നീ എന്നോട് ചെയ്തിട്ടുണ്ടോ? ഒന്ന് ഓർത്തു നോക്ക്. ഉണ്ടെങ്കിൽ നിനക്ക് തന്നെ അറിയാലോ. ചേച്ചിയുടെ സന്തോഷത്തിൽ കവിഞ്ഞ് എനിക്ക് എന്താ ഉള്ളത്? നീ ചെയ്യുന്നതെല്ലാം എന്നെ സന്തോഷിപ്പിക്കുന്നുണ്ട്. അമ്മയെ ഞാൻ വിളിച്ചിട്ടുണ്ട്. നീ റൂമിലേക്ക് വയ്ക്കോ. ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. മോളെ, ഇവളോട് പോവാൻ പറഞ്ഞില്ലേ? അവള് പോവാൻ നിൽക്കും അമ്മ. അമ്മ വരട്ടെ എന്ന് കരുതി നിന്നതാ. ഇപ്പോഴെങ്കിലും മോൾക്ക് അമ്മ വേണമെന്ന് തോന്നിയല്ലോ. അത് അവള് ഓടി നടന്ന് പകല് മുഴുവൻ പണി ചെയ്യുന്നതല്ലേ. എന്റെ കൂടെ ആണെങ്കിലും രാത്രി ഉറക്കമൊന്നുമില്ല. അവൾ ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി അമ്മയെ വിളിച്ചത്. മോള് മെഡിസിൻ കഴിച്ചില്ലായിരുന്നോ? കഴിച്ചു. അച്ഛനെവിടെ അമ്മ? പ്രഭ ആരോടെ ഫോണിൽ സംസാരിക്കേ? എനിക്കൊന്ന് അച്ഛൻ്റെ അടുത്തേക്ക് പോണം. അമ്മ വീൽ ചെയറിനടുത്ത്. ഈ രാത്രിയിൽ വേണോ ശ്രീകുട്ടി? കുറച്ചു നേരം മുറിവിട്ട് പോയി ഉറക്കം കിട്ടും അമ്മ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.